ഭൂമിയിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഈ ആധുനിക ലോകത്ത് ഇന്നും 60,000 വർഷം പുറകിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ. ആൻഡമാൻ കടലിലെ നോർത്ത് സെന്റിനൽ ഐലൻഡ് എന്ന ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഇടങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ മനുഷ്യർക്ക് ഇന്റർനെറ്റോ മൊബൈലോ എന്നല്ല, നമ്മൾ ഈ കാണുന്ന ലോകം പോലും എന്താണെന്നറിയില്ല. ശിലായുഗത്തിലെന്ന പോലെ ഇന്നും അമ്പും വില്ലുമായി നടക്കുന്ന സെന്റിനലീസ് ഗോത്രവർഗക്കാർ. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ആർക്കും അനുവാദമില്ല. ആധുനിക മനുഷ്യരെ അവർ പണ്ടേ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. കയ്യിൽ അമ്പും വില്ലുമായി കടൽ തീരത്ത് റോന്ത് ചുറ്റുന്ന ഇവർ തങ്ങളുടെ പരിധിയിലേക്ക് വരുന്ന ആരെയും ദയയില്ലാതെ അമ്പെയ്തു കൊല്ലും. അന്നു മുതൽ ഇന്നുവരെ ഇവർ ഈ ദ്വീപിനു പുറത്തുള്ളവരുമായി യാതൊരു ബന്ധവും വെച്ചിട്ടില്ല. കടൽ ഉൾവലിഞ്ഞും വലിയ സുനാമികൾ വന്നുമൊക്കെ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഗോത്രവർഗക്കാർ ഇന്നും മാറ്റമില്ലാതെ പഴയ പോലെ തന്നെ ജീവിക്കുന്നു. ഈ ദ്വീപിലെ നിഗൂഢതകൾ ലോകത്തെ ഞെട്ടിക്കാൻ തുടങ്ങിയത് അവിടെ നടന്ന ചില ദാരുണമായ സംഭവങ്ങളിലൂടെയാണ്. 2006 കടലിൽ മീൻ പിടിക്കാൻ പോയ 2 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഉറക്കത്തിനിടയിൽ ബോട്ട് ഒഴുകി ഈ ദ്വീപിന്റെ തീരത്തെത്തി. എന്നാൽ പിറ്റേന്ന് ലോകം കേട്ടത് ആ പാവം മനുഷ്യരെ അവർ വകവരുത്തി എന്ന വാർത്തയായിരുന്നു. അവരുടെ മൃതദേഹം പോലും തിരികെ എടുക്കാൻ ഇന്ത്യൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഹെലികോപ്റ്ററിൽ അവിടെ ചെല്ലാൻ ശ്രമിച്ചപ്പോൾ അവർ ആകാശത്തേക്ക് അമ്പെയ്യുകയായിരുന്നു. അവരുടെ സംസ്കാരം എന്താണെന്നോ അവരെന്തു ഭാഷയാണ് സംസാരിക്കുന്നതെന്നോ ഇന്നും നമുക്ക് ഒരു നിശ്ചയവുമില്ല. പിന്നീട് ലോകത്തെ നടുക്കിയ മറ്റൊരു സംഭവം നടക്കുന്നത് 2018 ജോൺ ആലൻ ചൗ എന്ന അമേരിക്കൻ യുവാവ് നിയമങ്ങളൊക്കെ തെറ്റിച്ചു ഈ ദ്വീപിലേക്ക് രഹസ്യമായി കയറി. അവിടുത്തെ മനുഷ്യരെ തൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നതായിരുന്നു അയാളുടെ പ്ലാൻ. എന്നാൽ ദ്വീപിൽ കാലുകുത്തിയ നിമിഷം തന്നെ ഗോത്രവർഗക്കാർ അയാളെ നേരിട്ടു. അയാളുടെ അവസാന നിമിഷങ്ങൾ അയാൾ തൻ്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. ആ യുവാവിനെ അവർ വകവരുത്തുകയും അയാളുടെ മൃതദേഹം ആ മണലിൽ എവിടെയോ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇന്നും ആ മൃതദേഹം കണ്ടെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ദ്വീപിലേക്കുള്ള യാത്ര ഇത്ര കർശനമായി നിരോധിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. 1. അവരുടെ ഈ ആക്രമണ സ്വഭാവം തന്നെ. എന്നാൽ അതിനേക്കാൾ വലിയ മറ്റൊരു കാരണമുണ്ട്. ഈ ഗോത്രവർഗക്കാർക്ക് ആധുനിക ലോകത്തിലെ വൈറസുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു ജലദോഷം വന്നാൽ പോലും ആ ഗോത്രം തന്നെ മൊത്തത്തിൽ ഇല്ലാതായേക്കാം. പുറത്തുനിന്നുള്ളവർ അവരുമായി ഇടപഴകിയാൽ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കൾ അവർക്ക് മരണകാരണമായേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ദ്വീപിന് ചുറ്റും ആരും പ്രവേശിക്കരുത് എന്ന് നിയമം വെച്ചിരിക്കുന്നത്. ആധുനിക മനുഷ്യർക്ക് ഇന്നും ഒരു പിടികിട്ടാ രഹസ്യമായി ഈ ദ്വീപ് അവിടെ തുടരുന്നു. ഇവിടുത്തെ മനുഷ്യർ ഏത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്നോ എത്ര പേർ അവിടെ ജീവിക്കുന്നുവെന്നോ കൃത്യമായി ആർക്കും അറിയില്ല. ചില കണക്കുകൾ പ്രകാരം 100-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിൻ്റെ ഒരു കോണിൽ മാത്രം ഒറ്റപ്പെട്ടു കഴിയുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭൂമിയിലെ ഈ നിഗൂഢ ലോകത്തെക്കുറിച്ച് ഇനിയും നമുക്ക് കണ്ടെത്താൻ ഒരുപാട് ബാക്കിയുണ്ട്. ഇതുപോലെയുള്ള വിചിത്രമായ കാര്യങ്ങൾ ഇനിയും അറിയാൻ ദ ഹിഡൻ ട്രൂത്ത് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.